ക്ഷമിക്കണം, ഇത് രാമന്റെ വീടല്ല കേട്ടോ. എടി, ഇത് രാമന്റെ വീടല്ലാന്ന്. ചേച്ചി, രാമനല്ല, രാധാകൃഷ്ണന്റെ വീടല്ലേ? അതെ. ഹാ, എന്ത് രാധാകൃഷ്ണനോ? രാമൻ അല്ലേ അവന്റെ പേര്? അല്ല, രാധാകൃഷ്ണനാ. ആ രാധാകൃഷ്ണൻ ഇവിടെ ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. രാധാകൃഷ്ണനോ? രാമന്റെ പേരുള്ള അവനെങ്ങനെയാ രാധാകൃഷ്ണനായത്? എടി, രാമൻ എന്നാ പേര്, രാധാകൃഷ്ണനല്ല. നീ കാര്യത്തിൽ ഇടപെടണ്ട. എടി, നീ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എവിടുന്നാ പിള്ളാരെ? ഞങ്ങൾ കുറേ ദൂരെ നിന്ന് വരുവാ. ഞങ്ങൾ രാധാകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അയ്യോ, രാധാകൃഷ്ണൻ ഇല്ലല്ലേ അപ്പോ? ഇല്ല, നിങ്ങൾ അന്വേഷിച്ചു വന്ന വഴിയൊക്കെ ശരി തന്നെ. ഇത് രാധാകൃഷ്ണന്റെ വീട് തന്നെയാ. പക്ഷേ അവന് കുറച്ചു മുന്നേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിരിക്കാ. ആണോ? എന്നാ കുറച്ചു കഴിഞ്ഞാ വരുവോ? ആ, കുറച്ചു കഴിഞ്ഞാ വരും. അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടിട്ട് പോകാം അല്ലേടി? ഇതിലെന്തോ ചതിയുണ്ട്. ഇവളെന്താ എന്നിൽ നിന്ന് ഒളിക്കുന്നത്? മക്കൾ എന്നാ കേറിയിരിക്കൂ, കുറേ ദൂരെ നിന്ന് വരുവല്ലേ. വാ അമ്മ, ചായ തരാം. ഇത് രാധാകൃഷ്ണന്റെ അമ്മയായിരിക്കും. അപ്പോ ആ ഹോട്ടൽ ആള് പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാ തോന്നുന്നു. വീടിന്റെ അകത്ത് കാര്യം നോക്കാം. ഇത് ആ പണ്ടാരക്കാലിന്റെ വീട് തന്നെയാണോന്ന് ഒന്ന് കൺഫേം ചെയ്യണം. മോളെ, രാധാകൃഷ്ണനെ അന്വേഷിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാ. എന്താ അമ്മ? ഏട്ടൻ വന്നോ? അല്ല മോളെ, കൊറേ ദൂരെ നിന്ന് രാധാകൃഷ്ണനെ അന്വേഷിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാ. അതെയോ? എന്നാ അവരോട് കയറിയിരിക്കാൻ പറ അമ്മ. ആ മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. ആ ശരി. എടി, നടക്ക്. അമ്മ, അവരിവിടെ. അവര് വരുന്നുണ്ട് മോളെ. ആരാ ഇത് ഏട്ടനെ അന്വേഷിച്ച് വന്നിരിക്കണേ? ആ, എനിക്കറിയാൻ പാടില്ല. കൊറേ ദൂരെ നിന്ന് വരുന്നവരാന്ന് പറഞ്ഞു. ഓ അതെയോ? അമ്മ എന്നാ അവർക്ക് ചായ എടുത്തു കൊടുക്ക്. ആ മോളെ, ഞാൻ കൊടുക്കാം. നിങ്ങൾ ഇരിക്കട്ടോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഏയ് അമ്മ, ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞ പറ്റത്തില്ല. കൊറേ ദൂരെ നിന്ന് എന്റെ ഏട്ടനെ കാണാൻ വന്നവരല്ലേ. ഓ, ഏട്ടെന്നാ പറയണേ. ഇത് ചിലപ്പോ രാമന്റെ പെങ്ങള് വല്ലതും ആയിരിക്കും. മോളെ, ഇവരോട് സംസാരിച്ചിരിക്കട്ടോ. അമ്മ ഇപ്പൊ തന്നെ ചായ എടുത്തിട്ട് വരാം. ശരി അമ്മ. നിങ്ങൾക്ക് എങ്ങനെയാ രാധാകൃഷ്ണനെ പരിചയം? അത് പിന്നെ അന്ന് കാട്ടില് കിണർ കുഴിക്കാൻ വന്നിരുന്നു, അങ്ങനെ പരിചയപ്പെട്ടതാ. ഓ ശരിയാ, ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അത്. ആ, അല്ല, എന്തിനാ ഇപ്പൊ അവരെ തേടി വന്നത്? അത് പിന്നെ വേറൊന്നല്ല, ഞങ്ങൾക്ക് വേറൊരു കിണറും കൂടി കുഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇവളെന്തിനാ കള്ളം പറയുന്നേ? അതെയോ? അതെ. അല്ലല്ലോ, അതല്ലല്ലോ സത്യം. ഇവൾ ഇങ്ങനെയല്ലല്ലോ നേരത്തെ എന്നോട് സംസാരിച്ചത്. ഇവിടെ എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട്. രാമൻ എന്ന് പറഞ്ഞ ആള് ഇവിടെ എത്തപ്പോ രാധാകൃഷ്ണനായി. എന്തെവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, നിങ്ങൾക്കിപ്പോ എത്ര മാസായി? അടുത്ത മാസം എന്റെ പ്രസവ. ഞാനും ഗർഭിണിയാട്ടോ. ആഹാ, ആണോ? എത്ര മാസായി? ആദ്യ മാസാ. ആഹാ, ഭർത്താവ് എവിടെയാ ജോലി ചെയ്യുന്നേ? എടി സുഭദ്ര, നീ ഒന്ന് വന്നേ. എന്താടി? അത് പിന്നെ നീ ഒന്ന് പോയി നോക്ക്, ആ അമ്മ ചായ ആക്കി വെച്ചിട്ടുണ്ടോന്ന്. അയ്യേ, ഞാനെന്തിനാ അത് പോയി നോക്കുന്നേ? നിന്നോട് പറഞ്ഞ ജോലി അങ്ങ് ചെയ്താ മതി കേട്ടോ. ശിശോ, ഈ പെണ്ണിനോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? ഞാൻ പോയി നോക്കാം അമ്മ ചായ ആക്കി വെച്ചിട്ടുണ്ടോന്ന്. ഏയ്, അത് വേണ്ട, ഇവൾ തന്നെ പോയി നോക്കിക്കോളും. ഇതെന്ത് കൂത്ത്? ഈ രാധയ്ക്ക് ഇത് എന്ത് പറ്റി? കാണിച്ചു തരാം നിന്നെ ഞാൻ. ആഹാ, ഇത് രാമന്റെയും അവന്റെ പെങ്ങളുടെയും ഫോട്ടോ ആണല്ലോ. പെങ്ങളെ ഇത്രയും സ്നേഹമുള്ള ആളാലേ. എന്നിട്ട് ഈ പെങ്ങളെ കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഇരിക്കുന്ന കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ. ഈ കുട്ടി എന്താ ഇവിടെ നിന്ന് നോക്കുന്നേ? രാമ രാമ, ഇത് എന്തൊക്കെയാ പറഞ്ഞേ? ഹലോ, അമ്മയുടെ അടുത്ത് ചായ ആയോന്ന് നോക്കാൻ പോയ ആള് ഇവിടെ സ്റ്റെക്ക് ആയി പോയോ? അത് പിന്നെ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോ അയ്യോ, ഈ ഫോട്ടോ ഞങ്ങളുണ്ടല്ലോ ഹണിമൂൺ കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോയാ. ഒത്തിരി നിർബന്ധിച്ചിട്ടാ ഈ ഫോട്ടോ അന്ന് എന്റെ കൂടെ രാധാകൃഷ്ണൻ നിന്ന് എടുത്തത്. എന്ത് ഹണിമൂൺ എന്ന് വെച്ചാ എന്തുവാ? ഓ, നിങ്ങൾ കൊറേ ദൂരത്തുനിന്ന് വരുന്നോണ്ട് ഇംഗ്ലീഷ് ഒന്നും വലിയ പിടുത്തുണ്ടാവില്ലേ അല്ലേ? ഇല്ല, ഹണിമൂൺ എന്ന് പറഞ്ഞ എന്തുവാ? ആ, അത് പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് യാത്ര പോവില്ലേ? ആ, അപ്പൊ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഇത്. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഇയാള് നിങ്ങളെ? അപ്പൊ അതൊന്നും അറിയില്ലേ? എന്റെ ഏട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ? നിങ്ങൾ ആരാ ഇത്? എന്റെ ഭർത്താവാണ്.